ഇന്നത്തെ ലെസണിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും മിക്സ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ കറക്റ്റ് വെർബ് ഫോംസ് നമ്മൾ അത് എഴുതണം. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ വേണ്ടതെന്ന് നമ്മൾ അത് കണ്ടെത്തണം. നോക്കുക, ഐ നോട്ട് സീ യു ഫോർ എ ലോങ് ടൈം. നമ്മൾ കാണുന്നൊരു കാര്യം അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ല, കണ്ടിട്ടില്ല അങ്ങനെയാണല്ലോ പറയാറുള്ളൂ. അപ്പോൾ എന്താ എഴുതണം നമ്മൾ? ഐ ഹാവ് നോട്ട് സീൻ യു. ഐ ഹാവ് നോട്ട് സീൻ യു എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഐ ഹാവിൻറ്റ് സീൻ യു ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. സീ, സോ, സീ വെർബ് പറ്റും. യു മസ്റ്റ് ടെൽ മീ. നീ എന്നോട് പറയണം, നിങ്ങൾ എന്നോട് പറയണം. വാട്ട് യു ഡു സിൻസ് ഐ ലാസ്റ്റ് സോ യു. സിൻസ് അതിന് ശേഷം. ഐ ലാസ്റ്റ് സോ യു, ഞാൻ നിന്നെ അവസാനമായിട്ട് കണ്ടതിന് ശേഷം അത് മുതൽ പിന്നെ ഇങ്ങോട്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് വേണ്ടത്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ എങ്ങനെ വരാമത്? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരേണ്ടത്. യു മസ്റ്റ് ടെൽ മീ വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ്. സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ഹാവ് ബീൻ. യു ഹാവ് ബീൻ ഡൂയിങ് സിൻസ് ഐ ലാസ്റ്റ് സോ യു. നോക്കുക, നോട്ട് ബി. ഹി നോട്ട് ബി ഹിയർ സിൻസ് ക്രിസ്മസ്. ക്രിസ്മസ് മുതൽ എന്താണ് ഇവിടെ എന്തെടുക്കണം? ഈ ഹാവ് ബീൻ, ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ മീനിങ് വരും. അപ്പോൾ എന്ത് എഴുതണം അവിടെ? ഹി ഹാസ് നോട്ട് ബീൻ ഹിയർ. ഹാസ് നോട്ട് ബീൻ, വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഹി ഹാസിൻറ്റ് ബീൻ ഓർ ഹാസ് നോട്ട് ബീൻ. ഹി ഹാസിൻറ്റ് ബീൻ ഹിയർ സിൻസ് ക്രിസ്മസ്. ക്രിസ്മസ് മുതൽ എന്താണ്? അവനിവിടെ വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല, ആയിരുന്നിട്ടില്ല. ഐ വോണ്ടർ. ഈ വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ചിന്തിക്കുക, ഞാൻ കരുതുന്നത് വെയർ ഹി ലിവ് സിൻസ് ദെൻ. അത് മുതൽ എന്താണ്? അവൻ എവിടെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം. താമസിച്ചിട്ടുള്ളത് എന്നല്ല വേണ്ടത്, താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഐ വോണ്ടർ വെയർ ഹി ഹാസ് ബീൻ ലിവിങ്. ഹാസ് ബീൻ. He has been living. He has been living since then. അതുമുതൽ എന്താണ്? അവൻ എവിടെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതാനും സെൻറ്റൻസുകൾ കൂടി നമുക്ക് എഴുതാം. ഈ സെൻറ്റൻസുകൾ നോക്കുക. വി ലിവ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 6 months. കഴിഞ്ഞ 6 months ആയിട്ട്, മാസങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ലത് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ. ഹാവ് ബീൻ ലിവിങ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 6 months ആൻഡ് ജസ്റ്റ് ഡിസൈഡ്. ഇവിടെ വി ഉള്ളതുകൊണ്ട് വേണം വീണ്ടും ഇവിടെ വി ആവർത്തിക്കണ്ട. ആൻഡ് വി ഹാവ് ജസ്റ്റ് ഡിസൈഡഡ്. ഹാവ് ജസ്റ്റ് ഡിസൈഡഡ്, തീരുമാനിച്ചിരിക്കുകയാണ്. ടു മൂവ്. മൂവ് താമസം മാറുക. ഞങ്ങൾ താമസം മാറാൻ വി ഹാവ് ജസ്റ്റ് ഡിസൈഡഡ്, തീരുമാനിച്ചിരിക്കുകയാണ്. ഡിസൈഡ് റെഗുലർ വെർബാണ്, അതുകൊണ്ട് ഡി ചേർത്തു. ഡിസൈഡ്. അപ്പോൾ ഡിസൈഡ് എൻഡ് ചെയ്യുന്ന ഇയിലാണ്, അതുകൊണ്ട് നമ്മൾ ഡി മാത്രം ചേർത്തായി. ഡിസൈഡ്, ഡിസൈഡഡ്, ഡിസൈഡഡ്. നോക്കുക, ട്രൈ. ട്രൈ റെഗുലർ വെർബാണ്. ട്രൈ, ട്രൈഡ്, ട്രൈഡ്. ഹി ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് എന്താണ്? ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെയും വരാം. ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയും വരാം. അപ്പോൾ ഏറ്റവും അത് യോജിക്കുന്നത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഹി ഹാസ് ബീൻ ട്രൈയിങ്. സബ്ജക്റ്റ് ഏകവചനമായതുകൊണ്ട് ഹാസ്. ഹി ഹാസ് ബീൻ ട്രൈയിങ്. ഹി ഹാസ് ബീൻ ട്രൈയിങ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഹാവ് ബീൻ ട്രൈയിങ് എന്ന് വരും. ഹി ഹാസ് ബീൻ ട്രൈയിങ് ടു ലേൺ ഇംഗ്ലീഷ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുവാനായിട്ട്. ടു ലേൺ, പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ, ഫോർ ഇയേഴ്സ്. ബട്ട് ഹീ നോട്ട് സക്സീഡ്, ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് പറയണം. ഹി ഹാസ് നോട്ട്. ഹി ഹാസ് നോട്ട് സക്സീഡഡ്. ഹി ഹാസ് നോട്ട് സക്സീഡഡ്. ഇവിടെ വെച്ച് സക്സീഡഡ്, V3 സക്സീഡഡ്. ഹി ഹാസ് നോട്ട് സക്സീഡഡ് എറ്റ്. ഇതുവരെ എന്താണ്, അവൻ വിജയിച്ചിട്ടില്ല. ഒരു 2-3 സെൻറ്റൻസുകൾ വേണ്ടി വരും. നമുക്ക് അതും കൂടി എഴുതി നോക്കാം. ഈ സെൻറ്റൻസ് നോക്കുക. യു ഓൾറെഡി ഡ്രിങ്ക് 3 cups ഓഫ് ടീ സിൻസ് ഐ സിറ്റ് ഹിയർ. അപ്പോൾ ഈ സെൻറ്റൻസ് വരേണ്ടത് ഇങ്ങനെയാണ്. ഞാനിവിടെ ഇരിപ്പ് തുടർന്നതിന് ശേഷം നിലവിലെന്താണ് 3 കപ്പ് ടീ കുടിച്ചിട്ടുണ്ട് എന്ന് പറയണം. കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം 1 കപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത കപ്പ് കുടിക്കുന്നത്. അപ്പോൾ 3 കപ്പ് ടീ എന്താണ്, ഞാനിവിടെ ഇരിപ്പ് തുടർന്നതിന് ശേഷം എന്താണ്, നിങ്ങൾ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരും? ഡ്രിങ്കിൻ്റെ വെറുപാറ്റ് നോക്കുക. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. നമുക്ക് V3 വരണമല്ലോ. യു ഹാവ് ഓൾറെഡി ഡ്രങ്ക്. യു ഹാവ് ഓൾറെഡി ഡ്രങ്ക്. യു ഹാവ് ഓൾറെഡി ഡ്രങ്ക്. V3 ഡ്രങ്ക്. യു ഹാവ് ഓൾറെഡി ഡ്രങ്ക് 3 cups ഓഫ് ടീ സിൻസ് ഐ സിറ്റ് ഹിയർ. അപ്പോൾ ഇവിടെ സിറ്റിൻ്റെ 3 ഫോംസ് എന്നാണ്. സിറ്റ്, സാറ്റ്, സാറ്റ്. നമുക്ക് ING ഉപയോഗിക്കുമ്പോൾ വെർബിന് V1 വരുള്ളൂ. സിൻസ് ഐ ഹാവ് ബീൻ, സിൻസ് ഐ ഹാവ് ബീൻ സിറ്റിംഗ്, സിൻസ് ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ. ഞാനിവിടെ ഇരിപ്പ് തുടർന്നതിന് ശേഷം എന്താണ്, യു ഹാവ് ഓൾറെഡി ഡ്രങ്ക് 3 cups ഓഫ് ടീ. 3 കപ്പ് ടീ എന്നാണ് കുടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക. ദ ബുക്ക് ലൈ ഓൺ ദ ടേബിൾ ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് എന്താണ്, ബുക്ക് ടേബിളിൽ എന്താണ്, കിടക്കുകയാണ്. അപ്പോൾ ലൈയുടെ 3 ഫോംസ് ആദ്യം പറഞ്ഞിരുന്നത് ലൈ, ലേ, ലെയിനാണ്. അപ്പോൾ ദ ബുക്ക് ഹാസ് ബീൻ, ദ ബുക്ക് ഹാസ് ബീൻ the book has been lying. The book has been lying on the table for weeks. You not read it yet. Not read it yet. അപ്പോൾ റീഡിൻ്റെ 3 ഫോംസ് റീഡ്, റെഡ്. എഴുതുന്ന ഒരേപോലെ ആണെങ്കിലും വായിക്കേണ്ടത് റീഡ്, റെഡ്. അപ്പോൾ V3 വരണം. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ക്വസ്റ്റനാക്കി മാറ്റാൻ വേണം. അപ്പോൾ യു ഹാവിൻ്റെ റെഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പോരാ. ഹാവ് യു നോട്ട് റെഡ് ഇറ്റ് എറ്റ്. ഹാവ് യു നോട്ട് വിത്ത് റെഡ്. ഹാവ് യു നോട്ട് റെഡ് ഇറ്റ് എറ്റ്. ഇതുവരെ എന്താണ്, നീ അത് വായിച്ചിട്ടില്ലേ? ഇത് നോക്കുക. ഐ വെയിറ്റ് ഹിയർ സിൻസ് 7 o'clock ആൻഡ് ഷീ നോട്ട് കം എറ്റ്. അപ്പോൾ 7 o'clock മുതൽ എന്താണ്, ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 7 o'clock ആൻഡ് ഷീ നോട്ട് കം എറ്റ്. കമ്മിൻ്റെ വെർബ് വരെ നോക്കുക. കം, കെയിം, കം. അപ്പോൾ നമുക്ക് V3 ആണ് വേണ്ടത്. ആൻഡ് ഷീ ഹാസ് നോട്ട് കം എറ്റ്. V3 കം. ഹാസ് നോട്ട് കം എറ്റ്. ഇതുവരെയായിട്ടെന്താണ്, അവൾ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലെസൺ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
നമുക്ക് അടുത്ത ലെസണുമായി വീണ്ടും കാണാം.